വടക്കൻ കേരളത്തിലെ മഴ എപ്രകാരമാണ് എന്നത് പരിശോധിക്കാം. അതിശക്തമായ മഴ തുടരുകയാണ്. കണ്ണൂരും കോഴിക്കോട്ടും റെഡ് അലേർട്ടാണ്. മഴക്കെടുതിയിൽ കണ്ണൂരിൽ 2 പേരും വയനാട്ടിൽ ഒരാളും മരിച്ചു. ഇരുവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേർ മരിച്ചത്. മട്ടന്നൂർ കോളേജ് സ്വദേശിനി കുഞ്ഞാമിന, ചൊക്കിളി ഒളിവിലും സ്വദേശി ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചീയമ്പം കോളനിയിലെ സുധനാണ് മരിച്ചത്. വയനാട്ടിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോഴിക്കോട് കക്കയത്ത് 229 മില്ലിമീറ്റർ മഴയും പെരുവണ്ണാമുഴിയിലും കുന്നമംഗലത്തും 100 മില്ലിമീറ്ററിന് മുകളിലുമാണ് മഴ ലഭിച്ചത്. കോഴിക്കോട് താലൂക്കിൽ 4 ക്യാമ്പുകളിലായി 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 36 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. 16 വീടുകൾ തകർന്നു. കക്കയം കരിയത്തുംപാറ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചു. ചെറുവണ്ണൂരിൽ വളർത്തുപക്ഷികളെ വിൽക്കുന്ന കെട്ടിടം തകർന്ന് 3 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലപ്പുറം കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലും മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. കാസർഗോഡ് ജില്ലയിലും കനത്ത മഴ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.